Hi everybody, VAC Value Added Courses for Sciences. Paper name is Framing Values, Literary and Cultural Narratives for Science. And in this paper today we are going to discuss the chapter Deep Ecology. Deep Ecology Basic Principles by Anne Naes. Then who is Anne Naes? Anne Naes is a notable Norwegian philosopher. ഒരു നോർവീജിയൻ ഫിലോസഫറാണ്. ഇനി ഈ ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻറ്റൽ ഫിലോസഫിയാണ്. ഈ ഒരു ഫിലോസഫി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേച്ചർ, പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേച്ചറിലുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് അത് ഈക്വൽ വാല്യൂ ആണ്. എല്ലാവർക്കും ഈക്വൽ വാല്യൂ ഉണ്ട്. ഇവിടെ ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ഒരു ഈക്വൽ വാല്യൂ ഉണ്ട്. ഒന്നിൻ്റെ സുപ്പീരിയറോ പിന്നെ ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്നതോ ഒന്നല്ല. എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, ഒരു ഈക്വൽ ആയിട്ടുള്ള വാല്യൂ, അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. അതിപ്പോൾ ഈ പറയുന്ന പോലെ പ്രകൃതിയിലെ റിസോഴ്സുകളായിക്കോട്ടെ, ലിവിങ് തിങ്സ് ആയിക്കോട്ടെ, മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ബാലൻസ്, ഒരു ഹാർമണി, ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു ഫിലോസഫിയിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, അതായത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു 8 ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ഡീപ്പ് എക്കോളജി എന്ന് പറയുന്ന ഈ ഒരു എൻവിറോൺമെൻറ്റൽ ഫിലോസഫിയിൽ 8 പ്രിൻസിപ്പിൾസ് ഉണ്ട്, 8 ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ നൗ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. Okay, now let's discuss the 8 basic principles. See the first one, all life has value. അതായത് ആ ഒരു പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എവറി ലിവിങ് ബീയിങ് ഹാസ് ഇറ്റ്സ് ഓൺ വർത്ത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്, അതിൻ്റേതായുള്ളൊരു വാല്യൂ ഉണ്ട്. നോട്ട് ജസ്റ്റ് ഇറ്റ്സ് യൂസ് ഫോർ ഹ്യൂമൻസ്. അപ്പോൾ ഈ ഭൂമിയിലെ ജീവജാലങ്ങൾ അത് മനുഷ്യർക്ക് ഉപകാരങ്ങൾ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ മനുഷ്യന് അത് എത്രത്തോളം ഉപകാരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ധർമ്മം. ഇപ്പോൾ ഒരു മരം, ആ മരം നമുക്ക് ചിലപ്പോൾ കായ്കൾ തരും, അതല്ലെങ്കിൽ തണൽ തരും. അതുമാത്രമൊന്നുമല്ല, മനുഷ്യനെ അങ്ങനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല മരത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റേതായുള്ളൊരു വാല്യൂ ഉണ്ട്, അതിൻ്റേതായുള്ളൊരു വേർത്ത് ഉണ്ട്. ഇപ്പോൾ പശു നമുക്ക് പാല് തരും എന്നുള്ളത് മാത്രമല്ല ആ ഒരു പശുവിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുക, അല്ലെങ്കിൽ മനുഷ്യർക്ക് എപ്പോഴും യൂസ്ഫുള്ളായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സോ എവരി ലിവിങ് തിങ്സ്, എല്ലാ ജീവജാലങ്ങൾക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ധർമ്മം, അവരുടേതായിട്ടുള്ള വേർത്ത്, അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ സെക്കൻഡ് വൺ, ഡൈവേഴ്സിറ്റി മാറ്റേഴ്സ്. വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഈസ് വാല്യുബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഈസ് വാല്യുബിൾ. Diversity matters. Second one, variety of life forms are valuable and important. അതായത് നമ്മുടെ ഈ ഭൂമിയിൽ വൈവിധ്യങ്ങളാർന്ന ജീവജാലങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഭൂമിയാക്കി മാറ്റുന്നത്, പരിസ്ഥിതിയാക്കി, എൻവിറോൺമെൻറ്റാക്കി മാറ്റുന്നത്. അപ്പോൾ വ്യത്യസ്തമായ വൈവിധ്യമാർന്ന ജീവജാലങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റണം. അപ്പോൾ അതാണ് രണ്ടാമത്തത്, ഡൈവേഴ്സിറ്റി മാറ്റേഴ്സ്. ഡൈവേഴ്സിറ്റി അതിൻ്റേതായുള്ളൊരു വാല്യൂ, അതിൻ്റേതായുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഹ്യൂമൻസ് ഹാവ് ലിമിറ്റ്സ്. ദ തേർഡ് പ്രിൻസിപ്പിൾ, വി ഷുഡ് നോട്ട് റെഡ്യൂസ് ലൈഫ് ആൻഡ് ഡൈവേഴ്സിറ്റി എക്സെപ്റ്റ് ഫോർ ബേസിക് നീഡ്സ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിപ്പോൾ ഈ പറയുന്ന ഭൂമിയിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള റിസോഴ്സുകൾ, അതല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി, ഇതൊന്നും നമ്മൾ ഇല്ലാണ്ടാക്കാൻ പാടില്ല. നമുക്കൊരു ലിമിറ്റ് വേണം. അപ്പോൾ നമുക്ക് മരം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്, അത് ഉപയോഗപ്പെടുത്തേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താം, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണമെന്ന് പറയുകയാണ്. ഓക്കെ, മരം പല കാര്യങ്ങൾക്കും, ഫേർണിച്ചർ ഉണ്ടാക്കാൻ ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും നമ്മൾ മരങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. നമ്മൾ ഒരു അത്യാർത്തിയോട് കൂടിയിട്ട്, ആവശ്യത്തിനാണെങ്കിൽ ഓക്കെ, നീഡിനാണെങ്കിൽ ഓക്കെ, പക്ഷെ അതൊരു ഗ്രീഡായിട്ട് മാറരുത്, ഒരു അത്യാർത്തിയായിട്ട്, പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ട് മാറരുത് എന്ന് പറയുകയാണ്. സോ ഹ്യൂമൻ ബീയിങ്സിനൊരു ലിമിറ്റ് വേണം എന്ന് പറയുകയാണ്. Okay, then the fourth one, population control.
എ സ്മോളർ ഹ്യൂമൻ പോപ്പുലേഷൻ വിൽ ഹെൽപ്പ് ഹ്യൂമൻ ആൻഡ് നേച്ചർ ബോത്ത് ഫ്ലറിഷ്. അതായത് ഈ പോപ്പുലേഷൻ കൂടുന്ന സമയത്താണ് ഒത്തിരി ജനങ്ങൾ ഉണ്ടാവുകയും ഈ ജനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നേച്ചറിനെ അമിതമായിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. സോ ഒരു പോപ്പുലേഷൻ കൺട്രോൾ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ കൺട്രോൾ അത്യാവശ്യമാണ് എന്നാണ് 4ാമത്തെ പോയിന്റിൽ പറയുന്നത്. ദെൻ ദ 5th പ്രിൻസിപ്പിൾ, ടു അവോയ്ഡ് ടു മച്ച് ഇൻ്റർഫിയറൻസ്. അതായത് പ്രകൃതിയുടെ മേലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടല്ലോ, അതൊരു പരിധി വരെ ഒഴിവാക്കണമെന്ന് പറയുകയാണ്. അതായത് അത് ടു മച്ച് ആവുകയാണ്, അത് ഓവർ ആവുകയാണ്. ഇപ്പോൾ നോക്കിയേ, ഹ്യൂമൻസ് ആർ ഡാമേജിങ് നേച്ചർ ടു മച്ച് ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. പറഞ്ഞതുപോലെ തന്നെ പ്രകൃതിയെ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്, പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓവറായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കണം എന്ന് പറയുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്, അത് ഒരു നാശത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവോയ്ഡ് ടു മച്ച് ഇൻ്റർഫിയറൻസ്. അപ്പോൾ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റം, അമിതമായുള്ള കടന്നുകയറ്റം ഒഴിവാക്കണമെന്നാണ് ആ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ ദ 6th പ്രിൻസിപ്പിൾ, നീഡ് ബിഗ് ചേഞ്ചസ്. നമുക്ക് വലിയ മാറ്റങ്ങൾ വേണമെന്ന് പറയുകയാണ്. ഇങ്ങനെ എക്കണോമിക്കൽ, അതുപോലെ തന്നെ ടെക്നോളജിക്കൽ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് മസ്റ്റ് ചേഞ്ച് ടു പ്രൊട്ടക്ട് നേച്ചർ. നമ്മുടെ ഭൂമിയിലുള്ള സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഗ്രോത്തും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളും എല്ലാം, അങ്ങനത്തെ സിസ്റ്റങ്ങളെല്ലാം നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തണം. അങ്ങനെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രകൃതിയെ സേവ് ചെയ്ത് നിർത്താൻ പറ്റണം എന്ന് പറയുകയാണ്. ദെൻ ദ 7th പോയിന്റ്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കേ, ട്രൂ ഹാപ്പിനെസ് കംസ് ഫ്രം സിമ്പിൾ ലിവിങ് ആൻഡ് ഹാർമണി വിത്തിൻ നേച്ചർ. ശരിയായ സന്തോഷം എന്ന് പറയുന്നത് എപ്പം മാത്രം വരിക എന്ന് പറയുന്നത് സിമ്പിൾ ലിവിങ് ആൻഡ് ഹാർമണി വിത്ത് നേച്ചർ. പ്രകൃതിയെ ഉപദ്രവിക്കാതെ പ്രകൃതിയുമായിട്ട് ഹഗ് ചെയ്തുകൊണ്ട് പ്രകൃതിയുമായി ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു ഹാർമണിയോട് കൂടിയിട്ടുള്ള ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിൽ മാത്രമേ ട്രൂ ഹാപ്പിനെസ് വരുള്ളൂ എന്ന് പറയുകയാണ്. നോട്ട് എൻഡ്ലെസ് കൺസംഷൻ. പ്രകൃതി അമിതമായിട്ട് ഒരു അവസാനവുമില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു സന്തോഷവും കിട്ടില്ല എന്ന് പറയുകയാണ്. ദ ലാസ്റ്റ് പോയിന്റ്, 8th പ്രിൻസിപ്പിൾ, ആക്ട് റെസ്പോൺസിബിളി. അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പെരുമാറണം, ജീവിക്കണം എന്ന് പറയുകയാണ് പ്രകൃതിയിൽ. ഇഫ് യു അക്സെപ്റ്റ് ദീസ് ഐഡിയാസ്, മുകളിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസും ഐഡിയാസും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ, യു മസ്റ്റ് ഹെൽപ്പ് മേക്ക് ചേഞ്ചസ്. തീർച്ചയായിട്ടും ഒരു വലിയൊരു മാറ്റം ഇവിടെ പോസിബിൾ ആവാൻ നമ്മൾ സഹായിക്കും എന്ന് പറയുകയാണ്. സോ ഇതാണ് 8 പ്രിൻസിപ്പിൾസ്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഡീപ്പ് എക്കോളജി എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെൻറ്റൽ ഫിലോസഫിയാണ്. അപ്പോൾ ഈ ഒരു ഫിലോസഫിയിൽ പറയുന്നത് നേച്ചറിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, നേച്ചർ റിസോഴ്സുകളെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, എല്ലാത്തിനും, ഈ ഭൂമിയിലുള്ള ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം, ഇമ്പോർട്ടൻസ്, അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കാര്യം എംഫസൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു 8 പ്രിൻസിപ്പിൾസ്, അതാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, I hope you understood. Anyway, by all, thank you.